ഒരു കോൺസെപ്റ്റാണ്. CSS ബോക്സ് മോഡൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ. നമുക്ക് നമ്മളിപ്പോൾ HTML ഏത് എലമെൻ്റ് ആണെങ്കിലും, അത് സ്പാൻ ആണെങ്കിലും ഡിവ് ആണെങ്കിലും ഹെഡിങ് ആണെങ്കിലും ഹൈപ്പർ ലിങ്ക് ആണെങ്കിലും ഇമേജ് ആണെങ്കിലും എല്ലാം ഏത് ടാഗ് ആണെങ്കിലും HTML അതിനെ കൺസിഡർ ചെയ്യുക ബോക്സുകളായിട്ടാണ്. ചിലപ്പോൾ നമ്മളിൽ കൊടുക്കുന്ന കണ്ടന്റ് ചിലപ്പോൾ ഡോട്ടാണ്, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഇമേജ് ആവാം. എന്താണെങ്കിലും HTML എല്ലാം കൺസിഡർ ചെയ്യുക അതിൻ്റെ റെക്റ്റാങ്കിൾ ബോക്സുകളായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ. നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലിപ്പോൾ ഞാനൊരു സ്പാന്, അതിൽ ഞാനൊരു ഡോട്ട് മാത്രമാണ് ടെക്സ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഫോണ്ട് സൈസ് ഞാൻ 5em ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഞാൻ എന്നിട്ട് ഇതിൽ നോക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റും, ഇവിടെ കാണുന്നത് ഡോട്ടാണ്, സർക്കിൾ റൗണ്ട് ഷേപ്പിലുള്ള ഡോട്ടാണ്. പക്ഷേ HTML അതിനെ കൺസിഡർ ചെയ്യുന്നത് ബോക്സ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റൈൽസിൻ്റെ ഏറ്റവും താഴെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് ഒരു ബോക്സ് ആയിട്ട് തന്നെയാണ് എപ്പോഴും HTML അതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ. നമ്മുടെ HTML എലമെന്റിന് അറൗണ്ട് ആയിട്ടുള്ള നമ്മുടെ ആക്ച്വൽ കണ്ടന്റ് ഇവിടെയാണ്. അതിന് പുറത്ത് ബോക്സ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് CSS ബോക്സ് മോഡൽ എന്നുള്ളത്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ ലിങ്ക് W3 Schools-ന്റെ ലിങ്കിൽ നമുക്ക് മനസ്സിലാവും. CSS ബോക്സ് മോഡൽ എസെൻഷ്യലി ബോക്സ് ദാറ്റ് റാപ്സ് അറൗണ്ട് എവറി HTML എലമെന്റ്. ഏത് HTML എലമെന്റ് ആണെങ്കിലും അതിൻ്റെ അറൗണ്ട് ആയിട്ട് ഉള്ള ഒരു ബോക്സിനാണ് നമ്മൾ CSS ബോക്സ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ശരിക്കും കാണുന്ന ആക്ച്വൽ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും സെൻട്രൽ കിടക്കുന്ന ഭാഗമാണ്. പിന്നെ ഇപ്പം നമ്മളൊരു ഒരു ഗ്രൗണ്ടിൽ ഒരുപാട് ബോക്സുകൾ നമുക്ക് വെക്കാനുണ്ട്. അപ്പം ഈ ഓരോരോ ബോക്സിനും കുറച്ച് അതിൻ്റെ വാളിന് ബോക്സിൻ്റെ ആ വാളിന് തിക്നെസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ബോർഡർ എന്ന് പറയുന്ന വാളിൻ്റെ തിക്നെസ് ആണ്. ഓക്കെ. പിന്നെ അതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് ഈ ബോക്സിൻ്റെ വാളിൻ്റെ പുറത്തെ ഒരു ഏരിയ സ്റ്റാർട്ടിങ് മുതൽ അടുത്ത ബോക്സ് വരെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആൻസസ്റ്റർ ആയിട്ടുള്ള എലമെന്റ് വരെയുള്ള ആ ഒരു സ്പേസിങ്ങിനാണ് ബോർഡറിൻ്റെ പുറം ഭാഗം മുതലുള്ള ഔട്ട്സൈഡ് ഏരിയ മുതൽ അടുത്ത അതിൻ്റെ ആൻസസ്റ്റർ വരെയുള്ള ആ ഒരു സ്പേസിങ്ങിന് ആണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് ബോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ബോർഡർ ആക്ച്വൽ ആ വാളിൻ്റെ തിക്നെസ് ആണ് നമ്മൾ ബോർഡർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റും ബോർഡറും തമ്മിലുള്ള സ്പേസിങ്ങിനാണ് നമ്മൾ പാഡിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു വീടുണ്ട്, ആ വീടിൻ്റെ ആ ചുമരിൻ്റെ തിക്നെസ്സിന് ബോർഡർ എന്ന് പറയുന്നു. ആ വീടിൻ്റെ ഉള്ളിലുള്ള ഫർണിച്ചറുകളെല്ലാം നമ്മൾ കണ്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫർണിച്ചറും ചുമരും തമ്മിലുള്ള സ്പേസിംഗ് ആണ് പാഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ആ റൂമും അല്ലെങ്കിൽ ആ വീടും അടുത്ത വീടും തമ്മിലുള്ള സ്പേസിങ്ങിനാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം മാർജിന് ആക്ച്വൽ ബോർഡർ പാഡിങ് അതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ഏരിയ ആണ് ശരിക്കും യൂസർ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ കണ്ടന്റ് എന്ന് പറയുന്ന ഏരിയ ആണ്. നമുക്കത് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ഒരു പോർഷന് പാഡിങ് ബോർഡർ മാർജിന് ഇതെല്ലാം ശരിക്കും നമുക്ക് എന്തിനാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതിനെ പിടിച്ചിട്ട് ഞാനൊരു ഡിവിൻ്റെ ഉള്ളിലോട്ട് മാറ്റുകയാണ്. ഈ സ്പാനിനെ പിടിച്ചിട്ട് ഞാനൊരു ഡിവിൻ്റെ ഉള്ളിലോട്ട് മാറ്റി. ഈ ഡിവിന് ഞാൻ ഒരു സ്റ്റൈൽ കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞാനിങ്ങനെ ഒരു സ്റ്റൈൽ കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഇതാണ് നമ്മുടെ ഡിവിൻ്റെ സൈസ്. പിന്നെ നമുക്ക് ഈ ഡിവിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സ്പാൻ ഉണ്ട്. ഓക്കെ. ഇനി ഞാൻ ഈ കണ്ടന്റ് ഡോട്ട് മാറ്റിയിട്ട് ഞാനിതിൻ്റെ ഫോണ്ട് സൈസ് ഒഴിവാക്കുകയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഈ ഡിവിൻ്റെ ബോർഡർ അല്ലെങ്കിൽ അതിൻ്റെ ബോർഡറിനോട് വളരെ ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഈ കണ്ടന്റ് നിൽക്കുന്നത്. ഓക്കെ. അതിന് വളരെ ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് കണ്ടന്റ് നിൽക്കുന്നത്. ഇപ്പം ഇതാണ് നമ്മളെ കണ്ടന്റ്. ഓക്കെ. ഈ കണ്ടന്റ് നിൽക്കുന്നത് നമ്മുടെ പാരന്റ് ഡിവ് ആയിട്ടുള്ള അതിനോട് വളരെ ടച്ച് ചെയ്തിട്ടാണ്. ഓക്കെ. അതിനെ നമുക്ക് ഈ സ്പാനിനെ ഈ ഡിവ്ന്ന് ഇതിൻ്റെ ആൻസിസ്റ്റർ ആണുള്ളത്. ഇതിൻ്റെ ഈ ഡിവ്ന്ന് നമുക്ക് സ്പേസിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മുടെ സ്പാന്, നമ്മുടെ ഡിവ്.
അത് രണ്ടും തമ്മിലുള്ള ബോർഡർ, എൻ്റെ വീടിൻ്റെ എൻ്റെ വീടും അടുത്ത വീടും തമ്മിലുള്ള സ്പേസിങ്, അത് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് മാർജിനാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പാനിന് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, മാർജിൻ എന്ന് പറയുമ്പോൾ ശരിക്കും 4 സൈഡിലുണ്ട്. നമ്മൾ ഈ ബോക്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. മാർജിന് ലെഫ്റ്റ് ഉണ്ട്, ടോപ്പ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, ബോട്ടം ഉണ്ട്, എല്ലാ സൈഡിലും മാർജിൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 5 പിക്സൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ ആ കണ്ടന്റിൻ ബോർഡർ ടച്ച് ചെയ്തിരുന്നില്ല കണ്ടന്റ്. ഇപ്പം ഇവിടെ നമ്മൾ വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാവും ഇതിന്റെ മാർജിൻ നമ്മൾ 5 കൊടുത്തിട്ടുണ്ട്. മാർജിൻ 5 എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും എല്ലാ സൈഡിലും 5 വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. എനിക്ക് അതിന് പകരം ഞങ്ങളുടെ മാർജിൻ ടോപ്പ് എന്ന് പറയുന്നത് ഒരു 20 ആക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് ഓക്കെ. ഇപ്പം നമ്മൾ നോക്കുന്നുണ്ടായിരുന്നത്, ഇപ്പം നമ്മളൊരു ഡിവ് കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബാക്ക് വിഡ്ത്തും ഹൈറ്റും കൊടുത്തു 500 പിക്സൽ വെച്ചിട്ട്. പിന്നെ അതിൻ്റെ ഒരു സ്പാനിൽ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് നമുക്ക് ഞാനിവിടെ ബ്രൗസർ തന്നെ വെച്ചിട്ട് ഞാൻ അതിനൊരു മാർജിൻ, ഇതാണ് നമ്മുടെ ഡിവ്, അതിനുള്ളിൽ ഈ സ്പാന്, ഇതിന് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് ഞാനൊരു പിന്നെ മാർജിൻ കൊടുത്ത് നോക്കുകയാണ്. ഞാനിവിടെ മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 10 പിക്സൽ എന്നുള്ള മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലെല്ലാം നമുക്ക് മാർജിൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന സമയത്ത് എല്ലാ സൈഡിലും മാർജിൻ കാണുന്നുണ്ട്. പക്ഷേ ടോപ്പിൽ ശരിക്കും ആ മാർജിൻ അപ്ലൈ ആയിട്ടില്ല. ഇതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പാൻ എന്ന് പറയുന്നത് ഒരു ഇൻലൈൻ ടൈപ്പ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റിൻ്റെ വിഡ്ത്തിനനുസരിച്ച് മാത്രം സ്പേസ് എടുക്കുന്ന ആ ഒരു എലമെന്റ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എലമെന്റ് ആണ് സ്പാൻ എന്ന് പറയുന്നത്. ഇൻലൈൻ ടൈപ്പ് ആണ്. ഈ ഇൻലൈൻ ടൈപ്പ് എലമെന്റിന് പിന്നെ ടോപ്പ് മാർജിൻ സെറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ടൈപ്പ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത് മാറ്റിയിട്ട് ഇൻലൈൻ ബ്ലോക്ക് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻലൈൻ ബ്ലോക്ക് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മാർജിൻ എല്ലാ സൈഡിലും അപ്ലൈ ആയിട്ടുണ്ട്. ഈ മാർജിൻ്റെ ഇവിടെ നമ്മൾ ഈ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മാർജിൻ 10 പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മാർജിൻ ടോപ്പ് 10, റൈറ്റ് 10, ബോട്ടം 10, ലെഫ്റ്റ് 10, ഇതാണ് ശരിക്കും അതിൻ്റെ മീനിങ്. അതിന് ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ മാർജിൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അതാണ് പിന്നെ പാഡിംഗ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഈ ഒരു സ്പാനിന് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്, യെല്ലോ എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ അതിനൊരു പാഡിങ് കൊടുക്കുകയാണ്. പാഡിങ് ഞാനൊരു 20 പിക്സൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ നമുക്ക് മാർജിൻ 10 പിക്സൽ ഉണ്ട്. പിന്നെ അതിൻ്റെ ഞാനൊരു ബോർഡർ കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ പിന്നെ ബോർഡർ 5 പിക്സൽ സോളിഡ് തന്നെ കൊടുക്കുന്ന സമയത്ത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഒന്നും കൊടുത്തില്ലെങ്കിൽ ബ്ലാക്ക് ആണ് വരിക. ഓക്കെ, ഞാൻ 5 പിക്സൽ സോളിഡ് തന്നെ കൊടുത്ത സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ബോർഡർ 5 ഉണ്ട്, മാർജിൻ 10 ഉണ്ട്, പാഡിങ് 20 ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് ശരിക്കും ബോക്സ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടന്റിന് അറൗണ്ട് ആയിട്ടുള്ള ഈ ഒരു ബോക്സ് കോൺസെപ്റ്റിലാണ് CSS അപ്ലൈ ചെയ്യുന്നത്. മാർജിന്, ബോർഡർ, പാഡിങ്, ഈ 3 ലെയറുകളാണ് അതിൻ്റെ മേലുള്ളത്. ഇതിനാണ് നമ്മൾ ബോക്സ് മോഡൽ എന്ന് പറയുന്നത്. അപ്പം ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. പിന്നെ കണ്ടന്റിന്റെ നേരെ പുറത്തുള്ളത് പാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡറും കണ്ടന്റും തമ്മിലുള്ള സ്പേസിംഗ് ആണ്. പിന്നെ നമുക്ക് ബോർഡർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡറിന്റെ ഔട്ടർ ലെയറും പിന്നെ ആൻസിസ്റ്ററും തമ്മിലുള്ള സ്പേസിങ്ങിനാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് കണ്ടന്റിനെ പിന്നെ കൊടുക്കാൻ പറ്റും. ഒരിക്കലും നമ്മൾ മാർജിൻ 20, പൊതുവേ നമ്മൾ 5 പിക്സൽ ചെറിയ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുക. ഓക്കെ, നമുക്ക് ഇൻഡിവിജ്വലി ഇപ്പോൾ നമുക്ക് മാർജിൻ ഒരുമിച്ച് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർജിൻ ടോപ്പ്, മാർജിൻ ബോട്ടം, ലെഫ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ മാർജിൻ കൊടുക്കുന്നതിന് പകരം എനിക്കിവിടെ മാർജിൻ ടോപ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ മാർജിൻ ടോപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത് മാത്രം സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് മാർജിനും പാഡിങ്ങും തമ്മിലുള്ള മാർജിനും പാഡിങ്ങും ബോർഡറും തമ്മിലുള്ള കാര്യങ്ങളും അതേപോലെ ബോക്സ് മോഡൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.
ഇനി ഒരു പോയിന്റും കൂടെ ചെറിയൊരു ഒരു ട്രിക്ക് ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ എനിക്കൊരു സ്പാനിൻ്റെ ഉള്ളിൽ ഇപ്പം എനിക്കൊരു ഡിവ്, ആ ഡിബിനുള്ളിൽ ഞാനൊരു വേറെ ഡിവ് ആക്കിയിട്ട് ഇതിനെ മാറ്റുകയാണ്. ഓക്കെ. ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഡിവ്, ആ ഡിവിന് ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി ആ ഒരു ചൈൽഡ് ഡിവ് ആണിത്. ഈ ചൈൽഡ് ഡിവിന് ഞാൻ ഇവിടെ മാർജിൻ കൊടുക്കുകയാണ്. ഞാനൊരു 20 പിക്സൽ മാർജിൻ കൊടുത്തു. ഇതിൽ ശരിക്കും ഈ മാർജിൻ ഈ ഡിബിന് അപ്ലൈ ആയിട്ടില്ല. അതിന് പകരം ഇതിന് ശരിക്കും പാരന്റ് ഡിബിന് ഞാൻ മാർജിൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. പാരന്റ് ഡിബിന് മാർജിൻ ഒന്നുമില്ല. ഈ ചൈൽഡ് ഡിബിനാണ് 20 പിക്സൽ മാർജിന്. ഇപ്പം ഞാൻ ഈ 20 പിക്സൽ മാർജിൻ കൊടുക്കുന്ന സമയത്ത് ശരിക്കും അപ്ലൈ ആകുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രേ എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ് ആണ്. ചൈൽഡിന് ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഞാനൊരു വിഡ്ത്തും ഹൈറ്റും കൊടുക്കാം. വിഡ്ത്ത് 100 പിക്സൽ, ഹൈറ്റും 100 പിക്സൽ കൊടുത്തു. ഞാൻ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു യെല്ലോ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ പാരന്റ്. ഈ യെല്ലോ കളറിലാണ് ചൈൽഡ്. ഈ ചൈൽഡിന് ഞാൻ മാർജിൻ കൊടുക്കുന്ന സമയത്ത് മാർജിൻ ശരിക്കും അപ്ലൈ ആകുന്നത് ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ നമുക്ക് ആരോ ഡൗണും അപ്പും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്രീസും ഡിക്രീസും ചെയ്യാൻ പറ്റും. ഞാൻ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് ശരിക്കും അപ്ലൈ ആകുന്നത് എവിടെയാണ്? പാരന്റിനാണ്. ഇതിനെ നമ്മൾ പറയാം മാർജിൻ കൊളാപ്സിംഗ് എന്ന് പറയാം. ഇത് CSS വരുന്ന ഒരു ഇഷ്യൂ ആണ്. പിന്നെ അത് ശരിക്കും നടക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ CSS ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഇഷ്യൂ നമുക്ക് വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ അത് ഇഷ്യൂ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരന്റിന് നമ്മൾ പാഡിങ്ങും ബോർഡറും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചൈൽഡിന്റെ മാർജിന് പാരന്റിനാക്കിയിട്ട് കൊടുക്കും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും. അതാണ് ഇഷ്യൂ. ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് പാരന്റിന് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പാഡിങ് ശരിക്കും പാഡിങ് എന്നല്ല, പാഡിങ് ടോപ്പ് മാത്രം ശരിക്കും പ്രശ്നം വരുന്നത്. ഞാനിവിടെ മാർജിൻ 22 പിക്സൽ എന്ന് പറയുന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റിലും കറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ആകുന്നുണ്ട്. മാർജിന് മാത്രമേ ഇഷ്യൂ വരുന്നുള്ളൂ. അങ്ങനെ ഇഷ്യൂ വരുന്ന സമയത്ത് ഇപ്പം എനിക്ക് ഞാൻ ഈ പാരന്റിന് കൊണ്ടുപോയിട്ട് ഒരു പാഡിങ് കൊടുക്കുകയാണ്. പാഡിങ് എന്ത് വാല്യൂ ആണെങ്കിലും ഈവൻ 0.1 പിക്സൽ കൊടുക്കുകയാണെങ്കിൽ പോലും അത് വർക്കാവും. അത് കൊടുത്തതോടുകൂടി എന്ത് സംഭവിച്ചേ, ഇതിൻ്റെ മാർജിന് കറക്റ്റായിട്ട് ഇതിന് തന്നെ കിട്ടി, പാരന്റിനുള്ള വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇതിന് ഒരു സൊല്യൂഷൻ ഇങ്ങനെ നമ്മൾ ഇതിന് വരുന്ന ഫസ്റ്റ് ഡിവിന് മാത്രം വരുന്ന ഒരു ഇഷ്യൂ ആണ്. സെക്കൻഡ് ഡിവിന് ഇഷ്യൂ വരില്ല. അപ്പം ഞാനിവിടെ പിന്നെ ഇത് കണ്ടന്റ് ഞാൻ ഒരു കോപ്പി എടുക്കുകയാണ്. ഇതിൽ ഈ ഫസ്റ്റത്തിന് മാത്രമേ ഇഷ്യൂ വരുന്നുള്ളൂ. സെക്കൻഡിന് ശരിക്കും മാർജിൻ കറക്റ്റായിട്ട് അപ്ലൈ ആകുന്നുണ്ട്. അപ്പം ഞാൻ സെക്കൻഡിൻ്റെ മാർജിൻ ഞാനിവിടെ കൂട്ടി കൊടുക്കുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ മാർജിൻ കറക്റ്റായിട്ട് അതിന് തന്നെയാണ് കൂടുന്നത്, അല്ലാണ്ട് ഇവിടെ അല്ല അപ്ലൈ ആവുന്നത്. അത് ഈ ഫസ്റ്റിന് മാത്രം വരുന്നൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഒന്നുകിൽ പാരന്റിനെ കൊണ്ടുപോയിട്ട് ചെറിയൊരു പാഡിങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അതിന് 2-3 സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മളിപ്പം നോക്കിയിട്ടുള്ളത് പോലെ പാരന്റ് കൊണ്ടുപോയിട്ട് നമുക്കൊരു പാഡിങ് 0.1 പിക്സൽ എന്നുള്ളത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡിബിനെ പിടിച്ചിട്ട് ഇൻലൈൻ ബ്ലോക്ക് ആക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇഷ്യൂ മാറും, ആ ഒരു ഇഷ്യൂ വരില്ല. മറ്റൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിബിന് നമുക്ക് ഓവർഫ്ലോ ഓട്ടോ എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ ആ ഒരു ഇഷ്യൂ വരില്ല. ഓക്കെ. ഇപ്പം നമ്മൾ കോഡിൽ വന്നിട്ട് നമുക്കറിയാം ജസ്റ്റ് എലമെൻറ്റിൻ്റെ നെയിം മാത്രം വെച്ചിട്ട് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ശരിക്കും എല്ലാ ഡിബിനും അപ്ലൈ ചെയ്യും അല്ലേ. അപ്പം ഓവർഫ്ലോ ഓട്ടോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ പ്രശ്നം സോൾവ് ആയി. അപ്പോൾ നമുക്കിവിടെ മാർജിൻ കാണുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അതിന് ഫിക്സ് ചെയ്യാം. അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫിക്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഡിബില് പിന്നെ ബോക്സ് മോഡൽ എന്താണെന്നുള്ളത്, ഡിബ് എന്നുള്ള എല്ലാ ബോക്സ് മോഡൽ എന്നുള്ള കോൺസെപ്റ്റ് എല്ലാത്തിനും അപ്ലിക്കബിൾ ആണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് സ്പാനും ഡിബും വെച്ചിട്ടുള്ളതാണ്. അത് ഇമേജിനാണെങ്കിലും ഏതിനാണെങ്കിലും നമുക്ക് സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. മാർജിന്, ബോർഡർ, പാഡിങ്, പിന്നെ ആക്ച്വൽ കണ്ടന്റ്. ഇത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാം.